Hi dears, welcome back to Right Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പോർക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റൈസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു മീലാണിത്. ഇതിന് പോർക്ക് ഫ്രൈഡ് റൈസ് എന്നോ അല്ലെങ്കിൽ പോർക്ക് പുലാവ് എന്നോ അല്ലെങ്കിൽ പോർക്ക് ബിരിയാണി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ സംഭവം നല്ല അടിപൊളിയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതൊരു 1 പാൻ റൈസാണ്. നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടാക്കാം. ചോറ് വേവിക്കുന്നതും പോർക്ക് കറി ഉണ്ടാക്കുന്നതും എല്ലാം ഒരൊറ്റ പാനിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ഈ അരി നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം തിരുമ്മി കഴുകണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം വെള്ളം കളഞ്ഞ് വെക്കണം. ഇനി നമുക്ക് പോർക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി 20 ഗ്രാം ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. 20 ഗ്രാം എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് 2-3 കഷ്ണം പട്ടയും ഒരു 4-5 കറയാം ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഗാർലിക് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1 ടീസ്പൂൺ ഇഞ്ചിയുമാണ് വേണ്ടത്. ഇഞ്ചി വളരെ കുറച്ച് മതി. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നേരിയതായിട്ട് മഞ്ഞ നിറമായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം. പോർക്ക് ബെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് ഈ റൈസിന് വേണ്ടത്. അല്ലെങ്കിൽ ഒത്തിരി നെയ്യായി പോകും. ഇത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, അതായത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്താൽ മതി. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗാർലിക്കുമായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റുക. അപ്പോൾ ഗാർലിക്കിൻ്റെ സ്മെല്ലൊക്കെ ഈ പോർക്കിൽ നന്നായി പിടിക്കും. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ സവാള വലുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1.5 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 30 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. 30 മിനിറ്റിന് ശേഷം തുറന്നപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വെന്തിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ എണ്ണ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് തെക്കി മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തുടരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. അരി പൊടിയാതെ നോക്കണം. 10 മിനിറ്റ് ഇളക്കി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്യുക. ക്യാരറ്റിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് ആദ്യം നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണും ചേർക്കുക. ഇത് ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ട് അത്രയ്ക്കധികം വേവൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 2.5 കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1.5 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ 3 കപ്പാണ് വേണ്ടത്, പക്ഷെ ഞാൻ 1/2 കപ്പ് കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ചോറിന് വേണ്ട ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് 3 മുതൽ 4 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ റൈസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റൈസൊക്കെ ഏകദേശം കാണാവുന്ന പാകത്തിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വൈറ്റ് വിനീഗറും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഉള്ളിലെ ജെല്ലൊക്കെ കളഞ്ഞിട്ട് ചേർക്കുക, ചെറുതായി കട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, 1/2 കപ്പ്
1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ ഗ്രീൻ അണിയൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ ഉള്ളിലെ ജെല്ല് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 8 തൊട്ട് 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. നമ്മുടെ പോർക്ക് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ നല്ല മണമൊക്കെയാണ് വരുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത്, ഈ പോർക്ക് റൈസ്. പോർക്ക് കഴിക്കാത്തവർക്ക് പകരമായിട്ട് ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പോർക്ക് ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.